ഞാൻ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് കട്ടിങ്സിനെ കൊണ്ട് ഒക്കെ ജോയിൻ്റ് ആക്കിയിട്ട് ഒരു പില്ലോ കവർ തയ്ച്ചെടുത്തതാണ്. അപ്പോൾ ഈ പില്ലോ കവർ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ഈ പില്ലോ കവർ എങ്ങനെയാണ് തയ്ക്കുക, ജോയിൻ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു. ഞാനിന്ന് ഈ വേസ്റ്റ് കട്ടിങ്സിനെ കൊണ്ട് ഒരു പില്ലോ കവർ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താഴെയുള്ളൊരു ടൈലറിങ് ഷോപ്പിൽ നിന്നാണ് ഈ വേസ്റ്റ് കട്ടിങ്സൊക്കെ എടുത്തുകൊണ്ടവർ. അപ്പോൾ അവിടെ ചുരിദാറും ബ്ലൗസുമാണ് കാര്യമായിട്ട്. പക്ഷേ ബ്ലൗസിൻ്റെ കട്ടിങ്സ് അങ്ങനെ ഉണ്ടാവില്ല. ചുരിദാറിൻ്റെ പീസിലാണ്, പാൻറ്റിലും ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് പീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് അത് നോക്കിയെടുത്ത് അതിൻ്റെ നല്ല പീസൊക്കെ വെട്ടി വെച്ചാൽ നമുക്ക് ഓരോ ഇതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതേമാതിരി ഞാനൊന്ന് തയ്ച്ചെടുത്ത് സ്ക്വയറുകൾ 2 ഉണ്ടോ, ഈ സ്ക്വയറൊക്കെ കൂടെ വെച്ചിട്ട് ഒരു പില്ലോ കവർ തയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പില്ലോ കവർ ആകുന്ന സമയത്ത് കാര്യം ചേഞ്ച് ആകില്ല. അപ്പോൾ അത് അതേമാതിരി കുറേ പീസുകൾ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. വേറൊരു പീസാണ് അതേമാതിരി. അപ്പോൾ ഈ പീസുകൾ എങ്ങനെയാണ് തയ്ക്കുക ഞാൻ കാണിച്ചത്. ശരിക്കും സ്ക്വയറായിരിക്കണം. അപ്പോൾ ഈ സ്ക്വയർ പീസ് എങ്ങനെയാണ് തയ്ക്കുക എന്ന് കാണിക്കാം. അപ്പോൾ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതേമാതിരി. ഇതിന് കുറച്ച് വലിപ്പം കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വെട്ടി ലെവലാക്കണം. അപ്പോൾ കട്ട് ചെയ്ത് പോണ സമയത്ത് കുറച്ച് പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെവലായിട്ട് കുറച്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ അത് എത്ര നീളം വീതി ഉണ്ടെന്ന് നോക്കത് 6.5 ഇഞ്ച് വരും. 6 ഞാൻ ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് അതേമാതിരി തന്നെ വീതിയും വരും. അതേ സെയിം വീതി സെയിം നീളം. അപ്പോൾ സ്ക്വയറായിട്ട് വരുന്നത് അവിടെ 6.5 ഇഞ്ച് ഉള്ളൂ. ഇവിടെ 6.5 ഇഞ്ച് നീളം. അപ്പോൾ സെയിം സ്ക്വയറായിട്ട് വന്നിട്ട് വേണം നീളവും വീതിയും തുല്യമാവണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി നോക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിരിക്കണം. ഇങ്ങനെ ക്ലോസ് ആയിട്ട് മടക്കുന്ന സമയത്ത് ഇവിടെ അതേമാതിരി കറക്റ്റായിരിക്കണം. അങ്ങനെ ചെയ്ത് അതേമാതിരി തന്നെ വേറെ ഒരു കളർ തന്നെ എടുക്കരുത്. ഒരു കളർ എടുത്താൽ വേറൊരു കളർ എടുക്കണം. അപ്പോൾ ഞാനത് അവിടെ അങ്ങനത്തെ ഇതേമാതിരി ഒരു പീസാണ് എടുത്തത്, വൈറ്റ്. അപ്പോൾ ഡാർക്കും വൈറ്റും ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. നല്ല ഭാഗം ഉള്ളിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ അങ്ങോട്ട് മടക്കുന്ന സമയം നല്ല ഭാഗം വരണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് 2 കണക്കാക്കി വയ്ക്കുക. കണ്ടോ, അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഈ സ്ക്വയർ വയ്ക്കുക. സ്ക്വയർ വെച്ച് കഴിഞ്ഞിട്ട് ഇതേമാതിരി ക്രോസായിട്ടൊരു തയ്യൽ കൊടുക്കും. അങ്ങനെ ക്രോസായിട്ടൊരു തയ്യൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ അത് ശരിയായിക്കോളും. അങ്ങനെ തയ്ക്കുക. അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു തയ്യൽ കൊടുത്തു. കണ്ടു, ഈ തയ്യൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഇത് അങ്ങോട്ട് മടക്കുക, ഇത് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ അതേമാതിരി കളറുകളുണ്ട്, 2 കളറുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ എക്സ്ട്രാ കിടക്കുന്നതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം. ലെവലാക്കി കൊടുത്തതിന് ശേഷം ചെയ്യുക. ഇത്രയും ഡിസൈൻസ് ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഈ ഡിസൈനുകളൊക്കെ നമുക്കൊരു ഐഡിയയിൽ ലെവൽ ചെയ്ത് വെച്ചിട്ട് ചെയ്തെന്ന വിധം കാണിച്ചു. ലെവൽ ചെയ്ത് വയ്ക്കുക. ആദ്യം ലെവൽ ചെയ്ത് വയ്ക്കുന്നത് കാണിച്ചു തരാം. ഏകദേശം രൂപത്തിൽ എല്ലാം ലെവൽ ചെയ്ത് വെച്ചു. ഇങ്ങനൊരു ഇതാണ് എൻ്റെ മനസ്സ് തോന്നിയത്. അതിനനുസരിച്ച് ഞാൻ അത് ലെവൽ ചെയ്ത് വെച്ചു. ഇതൊക്കെ കൂടെ തമ്മിൽ ജോയിൻ്റ് ആക്കണം. ജോയിൻ്റ് ആക്കിയിട്ട് ഒരു സിംഗിൾ പീസാക്കി മാറ്റണത്. അപ്പോൾ എങ്ങനെയാണ് ജോയിൻ്റ് ആക്കുകയെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ അതേമാതിരി ജോയിൻ്റ് ആക്കിയെടുത്ത് തയ്ച്ചെടുത്ത് കൊണ്ട് ആ സമയത്ത് ഇങ്ങനെ മറയ്ക്കുന്ന സമയത്ത് ഇതേമാതിരി ഇവിടെ ജോയിൻ്റായി വന്നു. അതേമാതിരി തന്നെ ഈ പീസും ഇതേമാതിരി ഇവിടെ ജോയിൻ്റ് ആക്കി കൊണ്ടുവരിക.
ഇവിടെ ഞാനിത് അതേമാതിരി ഇവിടെ ജോയിൻ്റ് ആക്കി കണ്ടു. ഈ ജോയിൻ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കുക കണ്ടു. അപ്പോൾ ഇതാ ഈ ഷേപ്പ് കിട്ടും. ഇത് രണ്ടും കൂടെ തിരിച്ച് വെച്ച് ഇങ്ങനെ വെച്ച് ഇത് രണ്ടും കൂടെ ഇവിടെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു തയ്യൽ കൊടുക്കും. അപ്പോൾ അത് അവിടെ ജോയിൻ്റ് ആകും. അവിടെ ഇതേമാതിരി ജോയിൻ്റ് ആയി. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ്. ഇനി അടുത്ത ഈ രണ്ട് സൈഡിലേയും കൊടുക്കണം. ഈ രണ്ട് സൈഡിൽ കൊടുക്കാനായിട്ട് ഞാൻ ഈ രണ്ട് പീസുകൾ എടുത്ത് രണ്ട് സൈഡിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ചെയ്യുക, ഇതിങ്ങനെ വയ്ക്കണേ, രണ്ട് കറുപ്പ് വരുന്നത്. അപ്പോൾ ചെയ്താൽ ഇത് രണ്ടെണ്ണം, ഈ രണ്ട് പീസുകളുണ്ടല്ലോ, ഈ രണ്ട് പീസ് എടുക്കുക. രണ്ട് പീസ് എടുത്തിട്ട് ഇതേമാതിരി ജോയിൻ്റ് ആക്കിയ സമയം ഇവിടെ അങ്ങനെ ഇതാ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. നേരത്തെ തയ്ച്ച മാതിരി തന്നെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ ഭാഗം വെച്ചിട്ട് ഇതേമാതിരി ഇവിടെ നിന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു തയ്യൽ. അതേമാതിരി ഞാൻ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കിയെടുത്തു. ഇനി ജോയിൻ്റ് ആക്കിയെടുത്തതിന് ശേഷം ഇവിടെ വെച്ച്, ഇപ്പോൾ ഇവിടെ ഈ ഏത് ഭാഗത്ത് വേണേൽ ഇതിവിടെ വെച്ചിട്ട് രണ്ട് സൈഡിലും ജോയിൻ്റ് ആക്കി കൊടുക്കണം. ഇവിടെ വെച്ചിട്ട് ഇതേമാതിരി വെച്ച് ജോയിൻ്റ് ഇങ്ങനെ വെച്ച് നീളത്തിൽ വെച്ചിട്ട് ഈ സൈഡിൽ നീളത്തിൽ വെച്ചിട്ട് ഇവിടെ അങ്ങനെ തയ്ച്ച് കൊടുത്ത് തിരിക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഇത് ജോയിൻ്റ് ആകും. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ നീളത്തിൽ വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേമാതിരി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് തയ്ച്ച് കൊടുക്കും. ഇതേമാതിരി ഞാൻ ടോട്ടലായിട്ട് എല്ലാ പീസും ജോയിൻ്റ് ആക്കി എടുത്തു. അടുത്ത ചെയ്യുന്നില്ല. എന്നു വെച്ചാൽ ഇതിപ്പം പില്ലോന് വീതി കുറവായിരിക്കില്ല. അപ്പോൾ ഇതേമാതിരി ഒരു പീസ് ഇത് കണ്ടിട്ട് തോന്നുന്നത് നൈറ്റീൻ്റെ ചിലർക്ക് നൈറ്റീൻ്റെ നീളം കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്ത പീസാണെന്ന് തോന്നുന്നു. ഇതേമാതിരി ഒരു പീസുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ട് സൈഡിലും ജോയിൻ്റ് ആക്കി കൊടുക്കുക. നീളത്തിൽ കുറച്ചുണ്ട്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇവിടെ വരെ വെച്ച് കട്ട് ചെയ്യുക. ഇവിടെ വെച്ച് ഇതുവരെ വെച്ച് തയ്ച്ച് കൊടുക്കുക. ഈ അറ്റം വരെ ഒരു ലെവലുണ്ടല്ലോ, ഈ അറ്റം വരെ വെച്ച് തയ്ച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെച്ച് തയ്ക്കുക. ഈ രണ്ട് സൈഡിലും ഞാനിത് അതേമാതിരി മേലെ ഭാഗത്ത് ഇതേമാതിരി പീസ് വെച്ച് തയ്ച്ച് കൊടുത്തു. ഇത് അടിഭാഗത്ത് അതേമാതിരി രണ്ട് പീസ് വെച്ച് തയ്ച്ച് കൊടുത്തു. അപ്പോൾ അതേമാതിരി ഉണ്ടാവും. ഇനി അടുത്ത ചെയ്യുന്നത് വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ മേലത്തെ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് വീതി കുറഞ്ഞ ഭാഗത്ത് ഇതേമാതിരി ഇതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി വീതിയിൽ എടുത്തിട്ട് അല്ലാതെ ഇത് കൂടിക്കഴിഞ്ഞാൽ വൃത്തികേടല്ലേ. അതിനെക്കൊണ്ട് ഇത് മുറിച്ചിട്ട് ഇതിലാക്കിയിട്ട് ഇതേമാതിരി നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. രണ്ട് സൈഡും ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം തയ്ച്ച് മറ്റേ ഭാഗം ഇതേമാതിരി തയ്ച്ചെടുക്കുക. യെല്ലോ കവറിൻ്റെ വൺ സൈഡ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി മറ്റേ സൈഡ് നമ്മളതിൻ്റെ നൈറ്റീൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ എന്തെങ്കിലും ഇതെടുത്തിട്ട് തയ്ച്ച് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വൺ സൈഡ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഈ സൈഡ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സൈഡ് മടക്കി തയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ വരെ നടുക്കിൽ അതേ വലിപ്പത്തിൽ ഞാൻ ഇതേമാതിരി ഒരു പീസ് വെട്ടിയെടുത്ത് കണ്ടോ. ഇത് എൻ്റെ ബാക്ക് സൈഡിൽ ജോയിൻ്റ് ആക്കി കൊടുത്തു. ഞാനിത് അതേ പീസ് എടുത്തില്ല. ഇനിയിപ്പോൾ ഈ രണ്ട് പീസും കൂടെ ജോയിൻ്റ് ആക്കി അടിച്ചെടുത്ത് ഇത് രണ്ടും കൂടെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുന്ന സൈഡാണ്. രണ്ട് സൈഡും ഞാൻ മടക്കി അടിച്ചിട്ട് ഈ മൂന്ന് സൈഡും ജോയിൻ്റ് ആക്കി കൊടുത്താൽ ഈ പില്ലോ കവറായി. അതേമാതിരി മൂന്ന് സൈഡും ജോയിൻ്റ് ആക്കി കൊടുക്കുക. അടിഭാഗവും അതേമാതിരി എല്ലാ സൈഡും ജോയിൻ്റ് ആക്കി കൊടുക്കും. എന്നാൽ ഇതിൻ്റെ ഒരു പില്ലോ കവറായി.
തയ്ച്ചെടുത്ത പില്ലോ കവർ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.